സിൽക്ക് ത്രെഡ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടില്ലേ 3D ഫ്ലവർ എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 3D ഫ്ലവർ തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പ്രാവശ്യം ഫ്രെയിം ഇടേണ്ടി വരും കേട്ടോ. 2 ഫ്രെയിമെങ്കിലും നമുക്ക് വേണം 3D ഫ്ലവർ തയ്ക്കുമ്പോൾ. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഔട്ട്ലൈൻ എടുക്കും. ഇപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു നോക്കൂ. ആദ്യം നമ്മൾ ഔട്ട്ലൈൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കിൾ വരച്ച് അതിലൊരു ഫ്ലവർ മോഡലാക്കി ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ചെയ്തതിന് ശേഷമാണ് ഉള്ളിൽ നമ്മൾ 3D ഫ്ലവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മെഷീൻസൊക്കെ ഉള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഒരു വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഫ്രെയിമൊക്കെ തിരിച്ച് കൊടുക്കണം നമുക്ക് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടം നമ്മൾ കഴിഞ്ഞവിടെ വെച്ച് ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. അതായത് നമ്മൾ വേറൊരു ഫ്രെയിം എടുത്തിട്ട് അത് വേറൊരു തുണിയിൽ, അതായത് കോട്ടൺ തുണി അല്ലാത്ത സിൽക്ക് തുണിയിൽ വേണം നമ്മൾ ചെയ്യണമെങ്കിൽ. എന്നാലേ നമുക്ക് ആ ഫ്ലവർ നല്ല വൃത്തിക്ക് നമുക്ക് അയണിങ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സിൽക്ക് ആകുമ്പോൾ നമുക്ക് ഉരുക്കി കിട്ടും, കോട്ടൺ തുണിയാകുമ്പോൾ ഉരുക്കി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അരികൊക്കെ ഇങ്ങനെ ചെതറി നിൽക്കണ പോലെ വരും, അങ്ങനെ പാടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ടാമത് നമ്മൾ 3D ഫ്ലവർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമുക്ക് സിൽക്ക് കൂടിയ തുണിയായിരിക്കും നല്ലത്. അപ്പോഴേ നമുക്ക് ഉരുക്കി നന്നായിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഷേപ്പ് കണ്ടല്ലോ, ഫ്ലവർ എങ്ങനെയാണ് നമ്മളൊരു ഫ്ലവർ ചെയ്യുന്ന പോലെ തന്നെ വേണം വരച്ചെടുക്കണമെങ്കിൽ കേട്ടോ. ആ വരച്ചെടുത്തേക്കുന്ന മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ല് ചെയ്ത്, എന്നാലും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ റൗണ്ടിൽ നമുക്ക് കിട്ടുള്ളൂ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴേ. നിങ്ങളിത് ശരിക്കും കണ്ടു നോക്കട്ടോ ഒന്ന്, നിങ്ങൾ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് ശരിക്കും അത് നമുക്ക് ഫ്ലവർ പോലെ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ചെയ്താൽ മാത്രമേ ഉള്ളിൽ നമുക്ക് ആ ഫ്ലവർ പോലെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു കളറും കൂടി ഷെയ്ഡ് ഞാൻ കൊടുക്കണേ. ശരിക്കും നമ്മൾ റോസാപ്പൂ ഇരിക്കണ പോലെ തന്നെ നമുക്ക് ഇത് കഴിയുമ്പോൾ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഡാർക്ക് ഷെയ്ഡ് ഇട്ട് ഞാൻ കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഒരു റെഡ് ഷെയ്ഡ് ഇട്ട് കൊടുത്തു, ഇനി ഒരു മെറൂൺ ഷെയ്ഡ് ഇട്ട് കൊടുക്കണേ ഉള്ളിൽ. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ആ ഉരുക്കി എടുത്തിട്ടുണ്ടല്ലോ, ആ ഉരുക്കി എടുത്ത ഭാഗം നമ്മൾ ആദ്യം തയ്ച്ച ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അത് ആ ഷേപ്പ് അനുസരിച്ച് കറക്കി എടുത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും, കണ്ടോളൂ കേട്ടോ.
അപ്പോൾ നമുക്ക് ഫ്ലവറായി. അപ്പോൾ ഇനിയിപ്പോൾ 2-3 ലീഫും കൂടി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് വരച്ച് കൊടുക്കണേണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ലീഫിൻ്റെ ക്ലാസ്സൊക്കെ നമുക്ക് വരും ഇതിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ പല പല ഷേപ്പ് ലീഫ് നമുക്ക് ചെയ്യേണ്ട രീതിയൊക്കെ നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനൊക്കെ അമർത്താനും മറക്കരുതേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഡിസൈനുമായി വരുന്നത് വരെ ബായ്.